എല്ലാവർക്കും സുഖമല്ലേ? എത്ര പെട്ടെന്നല്ല ടൈം പോകുന്നു. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി ആയി, ഇനി ഇതാ പെട്ടെന്ന് തന്നെ മാർച്ചാവും. മാർച്ചായി പിന്നെ എക്സാം ആയി, അതിൻ്റെ ടെൻഷനായി ആകെ വട്ടി പിടിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ടെൻഷനൊന്ന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതെല്ലാം ലാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് കളയാൻ തോന്നില്ല. കാരണം എൻ്റെ സ്കൂൾ എക്സാമൊക്കെ പണ്ടേ കഴിഞ്ഞായതുകൊണ്ട് ഞാൻ ഇതെന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇത് വെറുതെ ഇവിടെ ഇരുന്ന് കളയാണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുത്താലോ എന്നാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത്. അപ്പം വേറൊന്നുമല്ല, നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് തന്നെ കൊടുക്കാം. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ വേറൊന്നുമില്ല, ഈ വീഡിയോയുടെ താഴെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്നതൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്ത് വേണേലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ ഇതെല്ലാം കൂടെ ഫ്രീ ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്ന ആയിരിക്കും കേട്ടോ. അപ്പോൾ ആളെ സെലക്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 1 വീക്കാണ്. എന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് അടുത്ത സാറ്റർഡേ വരെ ഈ ഒരു 1 വീക്കിനുള്ളിൽ കമൻറ്റ് ഇടുന്ന ഒരാളിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് വീക്ക് തന്നെ അവർക്ക് നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെയിലി പ്ലാനർ ബോർഡാട്ടോ. നമ്മളിപ്പോൾ എക്സാം ടൈമിലാണെങ്കിൽ ടൈം ടേബിളും ടു ഡു ലിസ്റ്റ്, പിന്നെ എന്താ പറയുക, നോട്ട് പാഡ് എന്ന് വേണ്ട കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ട് കൊണ്ടുവെക്കും. പിന്നെ നമ്മൾ അത് നോക്കാൻ മറന്നു പോകും, അതിൻ്റെ കാര്യവും മറന്നു പോകും, വിചാരിക്കുന്ന പോലെ ഒന്നും നമ്മൾ ചെയ്യൂല. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊരു ബോഡി സെറ്റ് ആക്കിയാലോ. പിന്നെ ഇതിനൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഇതേ പേപ്പേഴ്സിൻ്റെ എല്ലാം ടോപ്പിൽ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും തലേ ദിവസം എഴുതി മായ്ച്ച് കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോർഡിൽ ഷെഡ്യൂളറും പിന്നെ പ്രയോറിറ്റീസ്, ടു ഡു ലിസ്റ്റ്, പിന്നെ നോട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇങ്ങനെയൊക്കെ ആട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഷെഡ്യൂളിൽ നമ്മൾ ടൈമും ആക്ടിവിറ്റീസൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എണീക്കും തൊട്ട് ഉറങ്ങുന്നോടം വരെയുള്ള ടൈമും കൊടുത്തിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്റ്റഡി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ പ്രയോറിറ്റീസ് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ പ്രയോറിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെന്താ, ടു ഡു ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. പിന്നെ എക്സ്ട്രാ നോട്ടിൻ്റെ ഒരു സെക്ഷനുണ്ട്, എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാനും. എന്നിട്ട് നമ്മൾ ആ ബോർഡ് ഇഷ്ടമുള്ളതിലേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എന്ത് എഴുതിയാലും അതിൻ്റെ ടോപ്പിൽ ഇതുപോലെ ടിഷ്യൂ അല്ലെങ്കിൽ ക്ലോത്തോ അല്ലെങ്കിൽ വെള്ളം വെച്ച് നമ്മൾ മാറ്റി കളഞ്ഞാൽ ഫുൾ അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണേലും എത്ര നാൾ വേണേലും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മെമോ പാടാട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു A4 ഷീറ്റ് എടുത്ത് ഞാൻ ഈ ഒരു സൈസിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും യെല്ലോ കളർ കൊടുത്തിട്ട് കുറച്ച് ഹാറ്റ്സും കൂടെ വരച്ച് കൊടുത്തോട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്യാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് അടുക്കി വെച്ചിട്ട് ഒരു ക്ലിപ്പ് കൊടുത്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് അതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഓരോന്ന് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റഫ് നോട്ട് പാഡാട്ടോ. അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യും. അപ്പം നമുക്ക് എത്ര പ്രാവശ്യം വേണേലും എഴുതി പഠിക്കാം, വീണ്ടും വായിക്കാം, വീണ്ടും എഴുതാം. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന ടൈമിൽ കുറേ പേപ്പർ വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഈ 2 പേപ്പർ തന്നെ നമുക്ക് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീഡിയോ കണ്ടപോലെ 2 പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്ത് കുറച്ച് ക്യൂട്ടായിക്കോട്ടെ വിചാരിച്ച് 2 സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് പാഡും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണേലും ഇഷ്ടമുള്ള സൈസിലേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പേപ്പേഴ്സൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ കുട്ടികൾ പേരൻസിൻ്റെ ഹെൽപ്പോടെ കൂടി ചെയ്യുന്നതായിരിക്കട്ടെ നല്ല. കാരണം കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ആകെ സീനാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സൈഡിൽ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കളർ കൊടുക്കാം കേട്ടോ. ഇനി കളർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഇതുപോലെ സ്റ്റിക്കർ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലിപ്പിൻ്റെ ഏരിയ കവർ ചെയ്ത് കിട്ടും കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടാണെന്നും ഉണ്ടാക്കാൻ അതിലേറെ എളുപ്പമാണ്, എന്നാൽ അതിലേറെ യൂസ്ഫുള്ളും ആണ് കേട്ടോ. അപ്പം നമുക്കിത് വർക്കിംഗ് ആണോ നോക്കണ്ടേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ നോട്ട് പാഡ് രണ്ടും നമ്മളൊന്ന് ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് നോക്കുകയാണ്, വർക്കിംഗ് ആണ്, അത് അവിടെ തന്നെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നോട്ട് പാഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഇട്ട് കൊടുത്ത ഹോളുണ്ടല്ലോ, അപ്പോൾ ആ ഹോൾ അതിനുള്ളിലേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിതുപോലെ സെക്യൂറായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എത്ര പേപ്പേഴ്സ് വേണമെങ്കിലും നമുക്കിതുപോലെ ഇതിനുള്ളിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എക്സാമിന് ആവശ്യമായിട്ട് ഉണ്ടാക്കിയ ഐറ്റംസ്. അപ്പം മറക്കണ്ട, നമ്മൾ ഇതെല്ലാം നമ്മുടെ ഒരു ഫ്രണ്ടിന് നമ്മൾ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. റാൻഡമായിട്ട് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 1 വീക്കാണ് അതിനുള്ള ടൈം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.